നിറത്തിന്റെ പേരിൽ നർത്തകൻ RLV രാമകൃഷ്ണൻ അവഹേളിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ മോഹിനിയാട്ടം നർത്തകൻ RLV രാമകൃഷ്ണനെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷണിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. കൊല്ലം ഭരണിക്കാവിലെ തന്റെ കുടുംബക്ഷേത്രത്തിൽ 28-ന് നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ ദേവിക്ക് മുമ്പിൽ ഒറ്റയ്ക്കെത്തി മോഹിനിയാട്ടം അവതരിപ്പിക്കാമോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. രാമകൃഷ്ണൻ ഇതിന് തിരികെ സമ്മതം അറിയിക്കുകയും ചെയ്തു. രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ ക്ഷണം. എന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണ്, അല്ലാതെ സാമൂഹ്യ വിമർശനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ കൂടെ അണിനിരക്കാൻ പറ്റില്ല എന്നും അവരൊക്കെ എപ്പോൾ തിരിഞ്ഞുകുത്തുമെന്ന് പറയാൻ പറ്റില്ല എന്നും സുരേഷ് ഗോപി രാമകൃഷ്ണനോട് പറഞ്ഞു. പ്രതിഫലം നൽകിയാണ് രാമകൃഷ്ണന് വേദി നൽകുന്നതെന്നും എന്നാൽ താൻ വിവാദത്തിൽ കക്ഷി ചേരാനില്ലെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. സർക്കാരിനെതിരായ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം തനിക്ക് വേദി നൽകാമെന്നറിയിച്ച സുരേഷ് ഗോപിക്ക് RLV രാമകൃഷ്ണൻ നന്ദിയും പറയുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അവസരം എന്ത് കിട്ടിയാലും സ്വീകരിക്കേണ്ടതാണെന്നും തന്റെ ചേട്ടൻ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞതിനു ശേഷം സിനിമാ മേഖലയിൽ നിന്നും ആദ്യമായി ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായതിന് സന്തോഷമുണ്ടെന്നുമാണ് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചത്. മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും കലാമേഖലയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നും തങ്ങളുടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട കുറെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും RLV രാമകൃഷ്ണൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു. രാമകൃഷ്ണന്റെ മൂത്ത സഹോദരൻ കൂടിയായ കലാഭവൻ മണിയും സുരേഷ് ഗോപിയും നിരവധി സിനിമകളിൽ ഒന്നിച്ച് വേഷമിട്ടിട്ടുണ്ട്. അതേസമയം ഒരു പുരുഷ കലാകാരന്റെ മോഹിനിയാട്ടം കാക്കയുടെ നിറം കാരണം വളരെ മോശമാണെന്നാണ് ആരുടെയും പേരെടുത്ത് പരാമർശിക്കാതെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത്. അതാണ് കഴിഞ്ഞ ദിവസം വലിയ വിവാദങ്ങളിൽ കലാശിച്ചതും. RLV രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ പരാമർശം. മാത്രമല്ല, രാമകൃഷ്ണന് നേരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് എന്നും സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണമെന്നും കറുത്തവർ മത്സരത്തിന് വരരുത് എന്നും മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് എന്നും മേക്കപ്പ് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നും ഒക്കെയായിരുന്നു സത്യഭാമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർ മോഹിനിയാട്ടം ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണമെന്നും ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ എന്നും അവനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നുമൊക്കെ അഭിമുഖത്തിൽ സത്യഭാമ പറയുന്നുണ്ട്. ഇതിനെതിരെ കല, സിനിമ, രാഷ്ട്രീയ രംഗത്ത് നിന്നും നിരവധി പേരാണ് രംഗത്തെത്തിയത്. നടൻ ഹരീഷ് പേരടി, സ്നേഹ ശ്രീകുമാർ, മേതിൽ ദേവിക, ജോയ് മാത്യു തുടങ്ങിയ നിരവധി താരങ്ങളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.